ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ പൊതുകളിസ്ഥലത്തിനായി കണ്ടെത്തിയ ഭൂമിയെ ചൊല്ലി വിവാദം. മലഞ്ചെരിവായ 2 ഏക്കർ ഭൂമി കളിസ്ഥലത്തിന് പറ്റില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് കണ്ടെത്തിയ ഭൂമിയാണെന്ന് പഞ്ചായത്ത് പറയുന്നു. ഇതാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഇടമുറുക്കിൽ കണ്ടെത്തിയ പൊതുകളിസ്ഥലത്തിനായുള്ള ഭൂമി. മലഞ്ചെരുവ് പോലെ കിടക്കുന്ന ഈ ഭൂമിയെ ചുറ്റിയുള്ള വിവാദങ്ങൾ ഹൈക്കോടതിയിലെത്തി നിൽക്കുകയാണ്. സ്ഥലത്തിനായി നിശ്ചയിച്ച വിലയും ഇവിടേക്കുള്ള പാതയും കളിസ്ഥലമാക്കാൻ വരുന്ന ചിലവുമടക്കം ഉന്നയിച്ചാണ് പ്രതിപക്ഷം കോടതിയെ സമീപിച്ചത്. 60 ലക്ഷം രൂപയ്ക്കാണ് 2 ഏക്കർ ഭൂമി പഞ്ചായത്ത് വാങ്ങുന്നത്. അമിത വിലയാണ് എന്നും ആംബുലൻസിനോ ഫയർ എഞ്ചിനോ കടന്നുവരാൻ കഴിയാത്ത ചെങ്കുത്തായ പ്രദേശവും വഴിയുമാണ് എന്നുള്ളതും പ്രതിപക്ഷം കൂട്ടിച്ചേർക്കുന്നു. ഇതിനു പുറമെയാണ് ഭൂമി നിരപ്പാക്കിയെടുക്കാൻ വരുന്ന അധിക ചിലവ്. ഒരിക്കലും ഞങ്ങൾ കളിസ്ഥലത്തിനെതിരില്ല. നമുക്ക് കളിസ്ഥലം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായ നല്ല സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അത് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് നല്ല ഒരു കളിസ്ഥലം എടുത്ത് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കുകയും ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം പദ്ധതി കൊണ്ടുവന്ന ഭരണസമിതിക്കെതിരായ രാഷ്ട്രീയ നീക്കം മാത്രമാണ് ഇതിന് പിന്നിലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം മാത്രമാണ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത് എന്നും ഭരണസമിതി പറയുന്നു. ഇത് വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ അഭിപ്രായമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ഈ ഗ്രൗണ്ട് ഏറ്റെടുത്താൽ ഭാവിയുടെ ഉടുമ്പന്നൂരിൻ്റെ വികസനത്തിന് നാഴികക്കല്ലായി മാറുമെന്ന് എക്കാലത്ത് അടയാളപ്പെടുത്തുമെന്നുള്ളതുകൊണ്ട് തികച്ചും രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി ഉയർന്ന ആരോപണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ പ്രശ്നമുണ്ടെങ്കിൽ ഈ 3 സ്ഥലം വന്നപ്പോൾ മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിക്കാമായിരുന്നു. ഒരു സ്ഥലവും ഇതുവരെ ഇവരാരും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേൽ വിശദമായ റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കകം നൽകാനാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതിലെ അഴിമതിയും രാഷ്ട്രീയവും ഉന്നയിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 24 തൊടുപുഴ.